കായികമേള ഇതാ അവസാന ദിവസത്തിലേക്ക് എത്തി. പക്ഷേ നമ്മൾ ഓടിത്തളരുന്ന കുട്ടികളെല്ലാം കണ്ടിട്ടുണ്ട്, വിജയത്തിലേക്ക് എത്തിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികൾ ഇങ്ങനെ ട്രാക്കിൽ ഓടി വീഴുമ്പോൾ അവരെ ഇങ്ങനെ തളരാതെ ഒന്നും പറ്റാതെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയ മെഡിക്കൽ സംഘമാണ് നമ്മളോട് കൂടെ ഉള്ളത്. എനിക്ക് തോന്നുന്നു കുട്ടികളിങ്ങനെ വന്ന് വീണ് നിൽക്കുമ്പോഴേക്കും ഓടി വന്ന് അവരെ എടുത്ത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യ ദിവസം മുതൽ ദാ ഇപ്പോൾ ഈ മത്സരം അവസാനിക്കുന്ന സമയം വരെ എങ്ങനെയായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു പ്രവർത്തനം? കായിക കേരളത്തിൻ്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളെ യാതൊരു പോറലും ഏൽക്കാതെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ കമ്മിറ്റിയുടെ പ്രധാന ചുമതല. അത് വളരെ അഭിമാനപൂർവ്വം മെഡിക്കൽ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ 12 വേദികളിലും മെഡിക്കൽ സൗകര്യം ഒരുക്കിയ ഒരാളെന്ന നിലയിൽ അത്യന്തം അഭിമാനകരമായാണ് ഇവിടെ നിൽക്കുന്നത്. ഏവരും കണ്ടതുപോലെ തന്നെ പരിക്ക് പറ്റുന്ന കുട്ടിയെ നിമിഷങ്ങൾക്കുള്ളിൽ മെഡിക്കൽ റൂമിൽ എത്തിക്കുകയും അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. 250ഓളം ഡോക്ടർമാരുടെ നിരയുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട്, നഴ്സുമാരുടെ സാന്നിധ്യമുണ്ട്, സ്പോർട്സ് മെഡിസിൻകാരുടെ ഒരു ബൃഹത്തായ സൗകര്യം തന്നെ ഞങ്ങളിവിടെ പ്രത്യേകം ഒരുക്കിയിരുന്നു. അതുപോലെ ഇതിനുവേണ്ടി സഹകരിച്ച അറ്റൻഡേഴ്സ് ഉണ്ട്. എത്രയും വേഗം കുഞ്ഞുങ്ങളെ ജനറൽ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ഡ്രൈവർമാരുടെ ചടുലമായ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സംഘമുണ്ട്. എല്ലാം മൊത്തത്തിൽ ഏകദേശം 12 വേദികളിലായിട്ട് 700-ൽ പരം ആളുകളാണ് ഈ മെഡിക്കൽ കമ്മിറ്റിയെ സഹായിക്കാനായിട്ടുണ്ടായിരുന്നു. ഒരു ഡിലേ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ കുട്ടികൾ ഓടി 100 മീറ്റർ 200 മീറ്ററൊക്കെ ആകുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് വന്ന് വീഴുന്നത് കാണാം. ഇനിയിപ്പോൾ വലിയൊരു 5000 മീറ്ററൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ തളർന്ന് വീഴുന്ന മക്കളെയൊക്കെ കണ്ടു. പക്ഷേ ഒരു ഡിലേയും വരാതെ നമ്മൾ അവിടെ എത്തിച്ച് കുട്ടികളെ ഈ പറഞ്ഞതുപോലെ ഒരു പോറലും ഏൽക്കാതെ കുട്ടികളെ ഇത് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ശ്രമകരമായിരുന്നു. ഒരു വേദിയിലല്ല 12 വേദികളിലായിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ. അതെ അതെ, തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കമ്മിറ്റി കൂടി ഇതിന് വളരെ മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് ഫിസിയോതെറാപ്പി സ്പോർട്സ് ഫിസിയോതെറാപ്പി ടീമിനെ പല ഗ്രൗണ്ടുകളിലായിട്ട് വിന്യസിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞല്ലോ, ട്രാക്കിൽ വീഴുന്നതും തിരിച്ചു വരുന്നതും ഉള്ള സ്പീഡ് നിങ്ങൾ തന്നെ പറഞ്ഞു. അത്രയ്ക്ക് ബൃഹത്തായ ഒരു പ്രവർത്തനമാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ കേരള സ്റ്റേറ്റ് സ്പോർട്സിൻ്റെ കൂടെ ഉണ്ട്, നാഷണലിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നാഷണലിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിപ്പോൾ 2019-20 മറ്റേ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഈ കഴിഞ്ഞ മുൻ സീസണുകളിലേക്ക് അപേക്ഷിച്ച് വളരെ പരിക്ക് കുറഞ്ഞ ഒരു സമയമായിരുന്നു ഈ ഇത്തവണത്തെ മീറ്റ്. പിന്നെ ഇത്തവണത്തെ മീറ്റിൽ ഉണ്ടായ പരിക്കുകൾ അധികവും പേശി വലിവുകളും ലിഗമെൻ്റ് ഇഞ്ചുറീസ് 1-2 സ്ട്രെസ് ഫ്രാക്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഫ്രാക്ചേഴ്സ് അല്ലാതെ ഉണ്ടായിട്ടുണ്ടെന്ന് 2 ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് എന്നാലും വളരെ ഗണ്യമായ പരിക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന അക്യൂട്ട് ഇഞ്ചുറീസിനെ നമ്മൾ അപ്പോൾ തന്നെ റിലീവ് ചെയ്ത് വിടാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ റിലീവ് ചെയ്ത് വിടും, അല്ലെങ്കിൽ ടേപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യിച്ചിട്ട് വിടും. തീരെ ഇതായിട്ടുള്ള കേസ് മാത്രമാണ് റെഫർ ചെയ്യാറുള്ളത്. റെഫർ ചെയ്ത് വളരെ ചുരുക്കം കേസ് മാത്രമേ റെഫർ ചെയ്തിട്ടുള്ളൂ. അതായത് 1600 ചിലോനം കേസ് വന്നതിൽ 30 കേസിന് താഴെ റെഫറൻസ് ചെയ്യാൻ 27 കുട്ടികളെ റെഫർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ പരിക്കുകളും ഇവിടെ വെച്ച് തന്നെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതെല്ലാം ഒരു ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല കൊടും വെയിലത്തായിരുന്നു ഈ മത്സരം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആദ്യ ദിവസങ്ങളിലൊക്കെ പേമാരിയായിരുന്നു. അപ്പോൾ ഈ മഴയും ഈ വെയിലും വെച്ച് നോക്കുമ്പോൾ കുട്ടികളുടെ ഈ ഓട്ടത്തിനെയോ അല്ലെങ്കിൽ കുട്ടികളുടെ മറ്റ് കായിക പ്രവർത്തനങ്ങൾ അത് ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അവിടത്തേക്ക്? അത് പറയുകയാണെങ്കിൽ അക്ലിമൈസ്ഡ് അത്ലീറ്റ് എന്ന് പറയും, അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അത്ലീറ്റ്, അവർക്ക് ഇതൊന്നും ബാധിക്കത്തില്ല. അവർ ഈ എല്ലാ കണ്ടീഷൻസിലും ട്രെയിൻഡ് ആയിരിക്കും. അല്ലാത്തവർക്കാണ് ഇതൊക്കെ ബാധിക്കുന്നത്. ഇപ്പോൾ വെയിലാണോ മഴയാണോ നല്ലതെന്ന് വെച്ചാൽ രണ്ടിനും ഡ്രോബാക്സ് ഉണ്ട്. മഴയത്ത് ആംഗിൾ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്ലിപ്പ് ചെയ്ത്. കൂടുതൽ ഹ്യൂമിഡിറ്റി കൂടി കഴിഞ്ഞാൽ അന്നേരം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടിയിട്ട് ഡീഹൈഡ്രേഷൻ വന്നിട്ട് ക്രാംസ് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ടിനും ഡ്രോബാക്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ ഇതൊന്നും അക്ലിമൈസ്ഡ് ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അത്ലീറ്റ്സിനെ ബാധിക്കത്തില്ല. അൺട്രെയിൻഡ് ആയിട്ടുള്ള അൺഅക്ലിമൈസ്ഡ് ആയിട്ടുള്ള അത്ലീറ്റ്സിനാണ് ഈ സംഭവങ്ങൾ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഫൈനൽസിലോട്ട് വരുമ്പോൾ ഇഞ്ചുറീസ് കുറവായിരിക്കും. അതിൽ തന്നെ ആദ്യത്തെ 3 പൊസിഷൻസിൽ വരുന്ന കുട്ടികൾക്ക് യാതൊരു ഇഞ്ചുറീസും കാണത്തില്ല. അല്ലാതെ ബാക്കിൽ നിന്ന് വരുന്നവർക്കായിരിക്കും കൂടുതൽ ഇഞ്ചുറീസ് നമ്മൾ കാണുന്നത്. 1, 2, 3 പൊസിഷനിൽ വരുന്നവർക്ക് ഒരു ഇഞ്ചുറീസും വരാറില്ല, കാരണം അവർ വെൽ ട്രെയിൻഡാണ്. ഇങ്ങനെ 2 പേര് മാത്രമല്ല കേട്ടോ, ഒരു വലിയ നിര തന്നെയുണ്ട്. പക്ഷേ കാണാൻ പറ്റും നമുക്ക്. എത്ര പേരാണ് ഇവിടെ ഉള്ളതെന്നും കൂടി പറയാം. അതായത് എത്ര ആളുകൾ, നിങ്ങളുടെ ഒരു സംഘത്തിൽ എത്ര ആളുകളുണ്ട്? 700 പേരുള്ള ഒരു സംഘമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടേഴ്സ് ഉൾപ്പെടെ നഴ്സസ് ഉൾപ്പെടെ 700 പേരുടെ ഒരു ബൃഹത്തായ സംഘമല്ല, വലിയൊരു സംഘമാണ്. ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു 8 ദിവസം?
വളരെ സന്തോഷകരമായിരുന്നു. പിന്നെ നമ്മൾ ഗെയിം ചെയ്യുന്ന സമയത്തെക്കാട്ടി ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ മെഡിക്കൽ ടീമാണെങ്കിലും. വളരെ സന്തോഷമുണ്ട്, ഇങ്ങനൊരു ടീമിൽ എത്തിപ്പെടാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ കേരളത്തിന് വേണ്ടി കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ, അന്ന് മത്സരാർത്ഥി ഇന്ന് ഇവിടെ ഇത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മാറ്റം കൂടി ഇപ്പോഴും ഞാൻ ഗെയിം ചെയ്യുന്നുണ്ട്, അടുത്ത സീനിയർ ഗെയിമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ നമ്മൾ തായ്ക്കൊണ്ടോയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അത്ലറ്റിക്സും ഈ ഇത്രയും സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ വീണ്ടും നമുക്ക് എൻകറേജ് കൂടുകയാണ്, വീണ്ടും വീണ്ടും കായിക മേഖലയിലോട്ട് തുടരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ സാറാണ് എനിക്ക് തുടക്കം മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ നാഷണൽ ഗെയിംസ് ടൈമിലും എല്ലാം എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത്രയും പേരും, ഇതൊരു വലിയ ടീമാണ്. നമ്മൾ മാത്രമല്ല, നമ്മളെക്കാട്ടി കായിക താരങ്ങളെക്കാട്ടി ഏറ്റവും കൂടുതൽ നമുക്ക് അതായത് സ്റ്റാർട്ടിങ് മുതൽ സ്റ്റോപ്പിംഗ് വരെയും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഈ മെഡിക്കൽ ടീം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഘവും. സത്യമാണ് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട അതാണ്, അത് ശ്രദ്ധിക്കേണ്ട ആളുകൾ തന്നെയാണ്, അത് ശ്രദ്ധിക്കപ്പെടേണ്ട ആളുകൾ തന്നെയാണ്. ഒരു പക്ഷേ 6:30 മുതൽ മത്സരം തുടങ്ങുന്ന ആ സമയം മുതൽ ഇങ്ങനെ അലേർട്ടായി നിൽക്കുന്ന ഇവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യ ദിവസം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവസാനം നമുക്ക് കുട്ടികളുടെ അവസാന മത്സരം വരെ ഇവർ കൂടെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് അവസാനത്തിലേക്ക് ഇവരെ ഇങ്ങനെ കാണിക്കാമെന്ന് കരുതിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് വരികയും ചെയ്തത്. ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് സ്റ്റാർട്ട് പറയുന്ന സമയം തൊട്ട് ഇവരും അലേർട്ടായിരിക്കും. അവസാനം വരെ ഇങ്ങനെ അടുത്ത് വന്നു നിന്നിട്ട് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കുന്ന ആളുകളെ നമുക്ക് ഓരോ ദിവസവും കാണാൻ പറ്റിയിരുന്നു എന്നുള്ളതാണ്. ഏതായാലും അടുത്ത കായികമേളയിലും ഈ മുഖങ്ങളെല്ലാം കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.